കോട്ടയം മെഡിക്കൽ കോളേജിലെ സെലക്ടീവ് ശസ്ത്രക്രിയകൾ മുടങ്ങിയിരിക്കുന്നു. വെള്ളം എത്തിക്കുന്ന മോട്ടോർ പ്രവർത്തനരഹിതമായതാണ് ശസ്ത്രക്രിയ മുടങ്ങാൻ കാരണം. മോട്ടോർ നന്നാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അടിയന്തര ശസ്ത്രക്രിയകൾക്ക് പ്രശ്നമില്ല. ഷിനോജ് എസ്.ടി വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, എപ്പോഴേക്കും ഈ ശസ്ത്രക്രിയകൾ എല്ലാം നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും? ഈ വെള്ളം എത്തിക്കുന്ന മോട്ടോർ അതപ്പോൾ റെഡിയാക്കാൻ സാധിക്കും? അക്ഷയ്, എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ആശുപത്രിയിൽ നിന്ന് അതിന്റെ ഔദ്യോഗിക സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ ഇന്നലെയും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പ്രശ്നമുണ്ടായിരുന്നു. ഇന്നലെ 3 സർജറികൾ മാത്രമാണ്, അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള സർജറികളിൽ 3 സർജറികൾ മാത്രമാണ് നടക്കാൻ കഴിഞ്ഞത്. 21 സർജറികൾ മാറ്റിവെച്ചു എന്നാണ് ആശുപത്രിയിൽ നൽകുന്ന ഔദ്യോഗികമായ വിവരമെന്ന് പറയുന്നത്. ഈ മോട്ടോറിന്റെ തകരാറുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ പ്രശ്നം നിൽക്കുന്നത്. അതായത് പുതിയ സർജിക്കൽ ബ്ലോക്കിലാണ് ഇത്തരത്തിൽ വെള്ളത്തിന്റെ ദൗർബല്യം വന്നത്. നേരത്തെ ഇത്തരത്തിൽ സമാനമായ പ്രശ്നമുള്ളപ്പോൾ തന്നെ പലതരത്തിൽ പുതിയ മോട്ടോറൊക്കെ തന്നെ പ്രവർത്തിപ്പിച്ച് പ്രശ്നം പരിഹരിക്കുമായിരുന്നു. ഇന്നലെ രാത്രിയും അത്തരത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായി. പുതിയ ഈ നിലവിൽ പ്രശ്നമുള്ള മോട്ടോർ അത് പരിഹരിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും ആ മോട്ടോർ തന്നെ തകരാറിലായതാണ് ഇപ്പോൾ ഇന്ന് ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. രോഗികളൊക്കെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയതിനു ശേഷം വീണ്ടും ഇത്തരത്തിൽ ജലത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് വീണ്ടും വാർഡിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും എത്രയും വേഗം തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ശരി, എന്തായാലും ഇന്നലെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സെലക്റ്റീവായിട്ടുള്ള ശസ്ത്രക്രിയകളാണ് അവിടെ മുടങ്ങും. അടിയന്തരമായി നടക്കേണ്ടതൊക്കെ നടക്കുകയും ചെയ്യും എന്നുള്ള റിപ്പോർട്ടാണ് ഷിനോജ് നൽകിയത്.